അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എന്റെ രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. ഈ സിനിമയിലും ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവാണ് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ വിഷ്ണുവിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ എന്തിനാണ് ഇവൻ ഇങ്ങനെ പാടുന്നത്, എന്ത് ബോറായിട്ടാണ് ഇവൻ ഈ പാടുന്നത്, ഇവനെ ഞാൻ ഒറ്റയ്ക്ക് പാടിയാൽ പോരായിരുന്നു ഈ പാട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് എനിക്കിപ്പോൾ എല്ലാം കറക്റ്റായി തോന്നുന്നു, ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നതിനൊരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂന്ന് പറഞ്ഞിട്ട് വിഷ്ണു എനിക്ക് കാണിച്ചു തന്നു. അതാണ് ഞാനിപ്പോ അലാമാറ്റി വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സിംഗറാണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രഞ്ജിന്റെ കയ്യിൽ എന്തോ പ്രോഗ്രാമിങ്ങിന് ഓട്ടോ ട്യൂൺ എന്താ അതിന്റെ പേരെന്താണ്, എന്തോ ഒരു ടെക്നോളജി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ട്, മോശം എന്നെ ഉദ്ദേശിച്ചാണ്, ആൾക്കാർ വരെ പാട്ട് വരെ ഞങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേയില്ല, ഞങ്ങളുടെ പാട്ട് ഞങ്ങൾ പാടിയ പാട്ട് ഉണ്ടല്ലോ. അപ്പൊ അങ്ങള് പറഞ്ഞത് മനോഹരമായി പാടിയെന്ന്, പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷെ ഏതാ അത് പഠിക്കൂ സമയം എല്ലാരും പോയിട്ട് ഇവിടെ പാടിക്കോ. അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ ആദ്യം തന്നെ, എവിടെയാണ് രഞ്ജിൻ കാണാനില്ല, പോയിരുന്നു. രഞ്ജിൻ നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 20-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 
പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചേട്ടാ ഫസ്റ്റ് തന്നെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോൾ ഒന്ന് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി കഴിയുമ്പോഴത്തേക്ക് അയക്കാം അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പിന്നെ തുടങ്ങണേൽ തൊട്ട് മുമ്പ് തന്നുട്ടാ, ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പിയായി. അപ്പോൾ അത്ര ഡിലേ ആവാൻ കാര്യം എന്താണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ധ്യാനിൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ച് ധ്യാനും സ്ക്രിപ്റ്റ് ഞാൻ അയക്കാമെന്ന് സാറ് പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റോ എന്തേ അങ്ങനെ പറയുന്നു, ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മളെ ബന്ധം വെച്ചിട്ട് അതല്ലേ അതിൻ്റെ ഒരു ഇത്. അതെ സത്യമാണ്. അതെ അതെ അതെ. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയത്തിന്റെ കാര്യത്തിൽ കണ്ടില്ലേ? അത് പടമല്ലേ മാർച്ച് 20 അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ആൾക്കാർ അധികകാലം ഒന്നും ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ അധികകാലം പോകാൻ കഴിക്കണം.